Hello everyone, welcome back to Premos Cookhouse. Premos Cookhouse-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ട് വന്നേ. എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്ക്, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡ് പക്കോടയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക. എന്നാലേ എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്കോടയുടെ കൂടെ കഴിക്കാനുള്ള ഗ്രീൻ ചട്നി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 പച്ചമുളക് വേണം നമുക്ക്, 3 വെളുത്തുള്ളി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് പുതിനയില, പിന്നെ 1 പിടി മല്ലിയില കൊത്തിമീര എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സറിനകത്തിട്ട് അരച്ചെടുക്കണം. എല്ലാം കൂടെ മിക്സറിൻ്റെ ജാറിനകത്തേക്ക് ഇടാം. ജീരകം, നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം, അതുപോലെ തന്നെ പുതിനയില ഇട്ട് കൊടുക്കാം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിത് 1/2 ടീസ്പൂൺ ഉപ്പാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടുക, ടേസ്റ്റ് നോക്കിയിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രീൻ ചട്നി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിനകത്തേക്ക് സെർവ് ചെയ്യാം. നല്ലവണ്ണം കരിഞ്ഞ് എടുക്കണം. അതുപോലെ ഇതിനകത്ത് വെള്ളം ഒന്നും ചേർക്കരുത്, അപ്പോൾ ടേസ്റ്റ് കിട്ടത്തില്ല. നാരങ്ങ നീര് പിഴിയണം. കാരണം നമ്മൾ നാരങ്ങ നീര് പിഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മല്ലിയില എല്ലാം കൂടി ഇട്ട് അരയ്ക്കുമ്പോൾ അതങ്ങ് കറുത്ത് പോലെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ ഒരു ടേസ്റ്റിനും വേണ്ടിയാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുന്നത്. നമ്മുടെ ഗ്രീൻ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് പക്കോടയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ റെഡിയാക്കാം. ബ്രെഡ് പക്കോടയ്ക്ക് വേണ്ടിയുള്ള സ്റ്റഫിങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം പച്ചമുളക് ഞാൻ നല്ലവണ്ണം പേസ്റ്റ് ആക്കിയെടുത്ത് അതിടാം. കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ പച്ചമുളക് വേണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടി ഇടാം, അല്ലെങ്കിൽ കുറച്ച് പച്ചമുളകും കുറച്ച് മുളക് പൊടിയോട് ചേർക്കാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല. ഇത് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കായപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ടു. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഉള്ളി വഴണ്ട് കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ്, ഞാനില്ലേ 3 ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്തെടുത്തേക്കുന്നത്, അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഞാൻ ചാട്ട് മസാലയോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാല കിട്ടിയില്ലെങ്കിൽ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ്ചർ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയോടെ ഇട്ട് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ആവാം. അപ്പം നമ്മുടെ ബ്രെഡ് പക്കോടയുടെ സ്റ്റഫിങ് ഇവിടെ റെഡിയായി. പിന്നെ ഉപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു, അപ്പോൾ ഇച്ചിരി കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബ്രെഡ് പക്കോടയ്ക്ക് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് ബേസൻ എടുത്തിട്ടുണ്ട്, നമ്മുടെ കടലമാവ് എടുത്തിട്ടുണ്ട്, അത് 1 കപ്പ് അതിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ക്രിസ്പി ആക്കാൻ വേണ്ടി നമുക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ എണ്ണ, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂണോടെ നമുക്ക് ബേക്കിംഗ് സോഡയോടെ ഇട്ട് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, വേണ്ടെങ്കിൽ ഇടണ്ട, പക്ഷേ ഇതുകൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടും, അതിനുവേണ്ടി നമ്മൾ ഇടുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ലൂസ് ബാറ്ററും വേണ്ട, ഒത്തിരി തിക്കും ആവാൻ പാടില്ല. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നല്ല വണക്കൊന്ന് വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം.
നല്ല വോൺക്ക് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവ വേണ്ടേ. ഒത്തിരി അങ്ങ് തിക്കുമല്ല, എന്നാൽ ഒത്തിരി ലൂസും അല്ല. നിങ്ങൾക്ക് കാണാമായിരിക്കും. ഒത്തിരി ലൂസായി കഴിഞ്ഞാൽ ബ്രെഡിൽ ആ ബാറ്റർ പിടിക്കത്തില്ല. അപ്പോൾ അതനുസരിച്ച് ശ്രദ്ധിച്ചത് ചെയ്യുക. ഇനി നമുക്ക് ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. 6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു ബ്രെഡ് പീസ് എടുക്കുക. അതിലോട്ട് കുറച്ച് ചമ്മന്തി പുരട്ടി കൊടുക്കാം. നമ്മൾ ആദ്യം ആ ഗ്രീൻ ചട്നി ഉണ്ടാക്കിയത് അത് കുറച്ച് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ചട്നി വേണ്ടെങ്കിൽ സോസ് ആയാലും പുരട്ടി കൊടുക്കാം. ഒന്നും പുരട്ടിയില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് ചട്നി പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂണോളം ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റഫിങ് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലോട്ട് വെച്ചിട്ട് നല്ല വണ്ണം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാനിവിടെ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് അടുത്ത ബ്രെഡിലൂടെ പീസ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം 2 പീസായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡ് സ്ലൈസസും നമ്മുടെ പൊട്ടറ്റോയുടെ ഫില്ലിംഗ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ബാറ്ററിനകത്ത് മുക്കിയിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ ബ്രെഡ് പീസസും എടുത്ത് മുക്കി നമുക്ക് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ ബാറ്ററിനകത്തോട്ട് മുക്കിയിട്ട് നല്ല മുളക്ക് നമ്മളിങ്ങനെ മുക്കിയെടുക്കുക. എന്നിട്ട് ഓയിലിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള പീസസ് കൂടെ ചെയ്തെടുക്കാം. ഇനി അതൊരു സൈഡ് ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആയിട്ട് ടേൺ ചെയ്യാവോ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് എല്ലാം മുറിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓയിലിനകത്ത് ഫ്രൈ ചെയ്യേണ്ട, ഓയിൽ ഒത്തിരി കഴിക്കാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യത്തില്ല, ആ ടോസ്റ്ററിനകത്ത് വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സാൻഡ്വിച്ച് ആയിട്ട് കഴിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. എന്ന് വെച്ചാൽ എണ്ണ കൂടുതൽ കഴിക്കാൻ ആഗ്രഹപ്പെടാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കട്ടെ. ഇനി നമുക്ക് തിരിച്ചിടാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് തിരിച്ചു കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് എണ്ണയും നമ്മൾ ആ സോഡപ്പൊടിയും കൂടെ ഇടുമ്പോൾ അത് നല്ല വോണക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ രണ്ടാമത്തെ സൈഡിലൂടെ ഒന്ന് ക്രിസ്പി ആയതിനു ശേഷം നമുക്കത് എടുക്കാം. രണ്ടാമത്തെ സൈഡിലൂടെ നല്ല വോണക്ക് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം പ്ലേറ്റിലേക്ക്. ഞാൻ പ്ലേറ്റിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് കാണാൻ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. നമ്മുടെ ബ്രെഡ് പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾ കണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നെങ്കിൽ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പം നിങ്ങൾ ഈ ഗ്രീൻ ചട്നി ഒന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സാധാരണ രീതിയിൽ നമ്മൾ ആ പൊട്ടാറ്റോ ഫില്ലിംഗ് മാത്രം വെച്ചുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഈവനിങ് സ്നാക്കായിട്ടോ നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് ഓയിലിനകത്ത് ഫ്രൈ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് ടോസ്റ്ററിനകത്ത് വെച്ച് ടോസ്റ്റ് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.